സിനിമ മുതൽ ഇങ്ങോട്ട് ആവേശം വരെ മലയാളികൾ ചർച്ചയാക്കുന്ന, നിത്യജീവിതത്തിൽ കളിയായും അല്ലാതെയും പറഞ്ഞു പോകുന്ന, എന്തിനേറെ അടുത്ത കാലത്ത് ഇന്റർനാഷണൽ ലെവലിൽ പാടിപ്പോലും തുടങ്ങിയ ഒരു വാക്ക്, ഇല്ലുമിനാറ്റി. ക്രൈസ്തവ വിശ്വാസത്തിന് എതിരാണ് ഇല്ലുമിനാറ്റി പാട്ട് എന്ന് കഴിഞ്ഞ ദിവസം ബിഷപ്പ് ജോസഫ് കരിയിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. പാട്ട് പാടാനായിട്ട് നമുക്കൊരു പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും? ഇല്ലുമിനാറ്റി എന്ന് പറയും. ഇല്ലുമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മതത്തിനും മറ്റെല്ലാത്തിനും ഒക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. എങ്ങനെയാണ് ചരിത്രരേഖകളിൽ ഇല്ലുമിനാറ്റി ക്രൈസ്തവ വിരുദ്ധമായ വാക്കായത്? എന്താണ് ഇല്ലുമിനാറ്റി? പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് സ്ഥാപിക്കപ്പെടുന്ന ഒരു രഹസ്യ സംഘടന, സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ അടിച്ചമർത്തി അറിവിലും വിവേകത്തിലും ഊന്നിയ ഒരു ലോകത്തെ, ഭാവിയെ വാർത്തെടുക്കുവാനായി സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടന. സത്യത്തിൽ അത് മാത്രമായിരുന്നു ഇല്ലുമിനാറ്റി. 1776 മെയ് 1 ജർമ്മനിയിലെ ബവേറിയ എന്ന സ്ഥലത്ത് ആദം വെയ്ഷോപ്പ് എന്ന നിയമ പണ്ഡിതന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു രഹസ്യ സംഘടനയാണിത്. അതുകൊണ്ട് തന്നെ ബവേറിയൻ ഇല്ലുമിനാറ്റി എന്നീ സംഘടന അറിയപ്പെടുന്നു. വളരെ കുറച്ച്, വിരലിലെണ്ണാവുന്ന അത്ര അംഗങ്ങളുമായി തുടങ്ങിയ സംഘടനയിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ആദ്യകാല അംഗങ്ങൾ. പ്രത്യേക വെളിപാട് കിട്ടിയ അല്ലെങ്കിൽ വിസ്ഡം ഗെയിനേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കൂട്ടം എന്നതാണ് ഇല്ലുമിനാറ്റി എന്ന വാക്കിന്റെ അർത്ഥം. ഇല്ലുമിനാറ്റസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് ഇല്ലുമിനാറ്റി എന്ന വാക്കിന്റെ ഉദ്ഭവം പോലും. വളരെ വ്യത്യസ്തവും വിചിത്രവുമായിരുന്നു ഇല്ലുമിനാറ്റി സംഘത്തിന്റെ രീതികൾ. സംഘടനയുടെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിന് സംഘടനയിൽ ഉള്ളവർ തന്നെ കള്ളപ്പേരിലാണ് അന്യോന്യം അഭിസംബോധന ചെയ്തിരുന്നത് പോലും. ഇതിനു പുറമെ സംഘാംഗങ്ങൾ പരസ്പരം രഹസ്യമായി നിരീക്ഷിക്കുകയും ചെയ്തു പോന്നിരുന്നു. എന്താണ് ഐ ഓഫ് പ്രൊവിഡൻസ്? ഇല്ലുമിനാറ്റിയെ സൂചിപ്പിക്കാൻ ഒരു മൂങ്ങയെ പലയിടത്തും നമ്മൾ കണ്ടു കാണും അല്ലെ? അതിനൊരു കാരണമുണ്ട്. ഗ്രീക്ക് പുരാണത്തിലെ ബുദ്ധിയുടെ ദേവതയായിട്ടുള്ള അഥീനയുടെ പ്രതീകമായ ഓൾ ഓഫ് മിനോവയെയാണ് ഇല്ലുമിനാറ്റി ഔദ്യോഗിക ചിഹ്നമായി ആദ്യം സ്വീകരിച്ചത്. അതാണ് ആ മൂങ്ങ. പിന്നീട് ത്രികോണത്തിനകത്തെ കണ്ണുകൾ അഥവാ ഐ ഓഫ് പ്രൊവിഡൻസ് എന്ന ചിഹ്നവും ഇല്ലുമിനാറ്റിയുടെ ഭാഗമായി ഉപയോഗിച്ചു തുടങ്ങി. ലോകം മുഴുവൻ കാണുന്ന അഥവാ നിയന്ത്രിക്കുന്ന എന്ന അർത്ഥം വരുന്ന ചിഹ്നമാണ് ഐ ഓഫ് പ്രൊവിഡൻസ്. ഇല്ലുമിനാറ്റി സംഘടനയുമായി ബന്ധപ്പെട്ട രേഖകളിലും വിവരങ്ങളിലും എല്ലാം ഈ ചിഹ്നം കാണുവാൻ നമുക്ക് സാധിക്കും. 1776 മുതൽ 1785 വരെയായിരുന്നു ബവേറിയൻ ഇല്ലുമിനാറ്റി നിലനിന്നിരുന്നത്. 1785 ബവേറിയയിലെ ഡ്യൂക്കായ കാൾ തിയഡോർ ഒരു പുതിയ നിയമം നടപ്പിലാക്കി. ഇനി തന്റെ രാജ്യത്ത് രഹസ്യ സ്വഭാവമുള്ള സംഘടനകളൊന്നും തന്നെ പാടില്ല എന്നുള്ളതായിരുന്നു ആ നിയമം. ഇതോടെ ഇല്ലുമിനാറ്റിയുടെ അവസാനം കുറിക്കപ്പെട്ടു. സംഘത്തിലെ അംഗങ്ങളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയും പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചും തിയഡോർ ബവേറിയയിൽ നിന്നും ഇല്ലുമിനാറ്റിയെ തുടച്ചു നീക്കി. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രമാദമായ ചരിത്രരേഖകളിൽ ഇല്ലുമിനാറ്റി അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. എന്നാൽ ചരിത്രപരമായി ശരിയോ തെറ്റോ എന്നുറപ്പില്ലെങ്കിലും കൗതുകകരമാണ് ഇവിടം മുതലുള്ള ഇല്ലുമിനാറ്റി റിലേറ്റഡ് സ്റ്റോറീസ്. ഇല്ലുമിനാറ്റി സംഘടനയിൽപ്പെട്ട 9 പേർക്ക് 9 അറിവുകൾ, വിശേഷപ്പെട്ട അറിവുകൾ പകർന്നു നൽകപ്പെട്ടിരുന്നതായും അവർ അത് ഇന്നും തലമുറകളായി കൈമാറി വരുന്നതായും പറയപ്പെടുന്നതാണ് അതിലെ പ്രധാന വിശ്വാസം. ഈ സംഘം ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തങ്ങളുടെ യഥാർത്ഥ സ്വത്വം മറച്ചു വെച്ചുകൊണ്ട് ഇല്ലുമിനാറ്റിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇല്ലുമിനാറ്റി ഇന്നും ഉണ്ടെന്ന വാദക്കാരുടെ പക്ഷം. ഫ്രഞ്ച് വിപ്ലവത്തിനും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ എഫ് കെന്നഡിയുടെ വധത്തിനും പിന്നിൽ ഇല്ലുമിനാറ്റി സംഘടനയുടെ കൈയുണ്ട് എന്ന് വരെ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, കല, രാഷ്ട്രീയം, വ്യവസായം എന്നീ മേഖലകളിൽ നിന്നുള്ള പല ഉന്നതരും ഇല്ലുമിനാറ്റി സംഘത്തിൽ പെട്ടവരാണെന്നും ബിൽ ഗേറ്റ്സും മൈക്കിൾ ജാക്സണും ബിയോൺസെയും ഡൊണാൾഡ് ട്രംപും തുടങ്ങി നമ്മുടെ പൃഥ്വിരാജ് വരെ ഇല്ലുമിനാറ്റി സംഘത്തിൽ പെട്ടവരാണെന്നാണ് കോൺസ്പിറസി തിയറിസ്റ്റുകളുടെ കണ്ടുപിടുത്തം. ഇത്തരത്തിലുള്ള കോൺസ്പിറസി കഥകൾക്ക് ഇച്ചിരി കൂടി ജീവൻ കൊടുത്തതും വേണമെന്ന് വെച്ച് തന്നെ അത്തരത്തിൽ കഥകൾ അച്ചടിച്ച് ഇറക്കിയിട്ടുള്ളതുമാണ്. അതിൽ മുൻപന്തിയിലുള്ള പുസ്തകമാണ് ദ ഇല്ലുമിനാറ്റസ് ട്രൈലോജി എന്ന് പറയുന്നത്. ഈ പുസ്തക പ്രകാരം ഇല്ലുമിനാറ്റികൾക്ക് അന്യഗ്രഹ ജീവികളുമായി പോലും സംസർഗമുണ്ടെന്നും അമേരിക്കൻ ഡോളറിലെ രൂപം ഇല്ലുമിനാറ്റിയുടെ സ്ഥാപകൻ ആദമാണ് എന്ന് പോലും ഇവർ ഇതിൽ എഴുതി പടച്ചുവിട്ടു. മനഃപൂർവ്വം വേണമെന്ന് വെച്ച് തന്നെയാണ് ഈ കഥകളെല്ലാം തന്നെ പൊടിപ്പും തൊങ്ങലുകളും ചേർത്ത് 3 നോവലുകളാക്കി ഈ പുസ്തകം അവർ അച്ചടിച്ചിട്ടുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്. റോബർട്ട് ഷിയ, റോബർട്ട് ആന്റൺ വിൽസൺ എന്നീ 2 പേര് ചേർന്നാണ് ഈ നോവലുകൾ രചിച്ചിട്ടുള്ളത്. ഇനി ഈ വാക്ക് അല്ലെങ്കിൽ ഈ സംഘടന എങ്ങനെ ക്രൈസ്തവ വിരുദ്ധമായി എന്നാണ് ചരിത്രം പറയുന്നത് എന്ന് നോക്കാം.
അക്കാലത്ത് പള്ളികൾക്കും പുരോഹിതന്മാർക്കും സമൂഹത്തിലെ എല്ലാ മേഖലകളിലും പ്രത്യേക പരിഗണന ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതാകട്ടെ സമൂഹത്തിൽ അസമത്വവും അരാജകത്വവും കൂടുന്നതിനും കാരണമായി തീർന്നിട്ടുമുണ്ടായിരുന്നു. അന്നല്ല ഇന്നാണെങ്കിലും മതത്തിനും പുരോഹിതർക്കും എതിരെ എന്നാൽ ദൈവത്തിനും എതിരായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ അസമത്വങ്ങൾക്ക് കാരണമായിട്ടുള്ള സഭയ്ക്കെതിരെ നിലകൊണ്ടു എന്നുള്ളതിനാൽ തന്നെ ഇല്ലുമിനാറ്റി എന്ന സംഘടനയും വളരെ സ്വാഭാവികമായി തന്നെ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ സാത്താന്റെ വെച്ചാരാധകരുമായി എല്ലാം ചിത്രീകരിക്കപ്പെട്ടു. സത്യത്തിൽ ഇവർക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇവരെ പറ്റി ആദ്യമായി പടർന്ന കെട്ടുകഥയും ഇത് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ നീക്കങ്ങളെല്ലാം പുരോഹിത വർഗത്തിനെതിരെ ആയതുകൊണ്ട് തന്നെ അവരും വിട്ടുകൊടുത്തില്ല എന്നും ചരിത്രത്തിൽ കാണാം. ഇല്ലുമിനാറ്റികൾ ഉപയോഗിക്കുന്ന പല ചിഹ്നങ്ങളും അവരുടെ രീതികളും സാത്താനുമായി ബന്ധപ്പെട്ടവയാണെന്നും ഇത് സാത്താൻ ആരാധനയെ സൂചിപ്പിക്കുന്നവയാണെന്നും അവരും സ്ഥാപിച്ചെടുത്തു. അവിടെയാണ് സാത്താനും ഇല്ലുമിനാറ്റിയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് എന്നതാണ് ചരിത്രം അടിവരയിട്ട് പറയുന്നത്.